നെക്സ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇത് കണ്ടിട്ട് തോന്നുന്നു പൊസിഷൻ ടൈം ഗ്രാഫാണ് അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫാണ്. പേടിക്കാൻ വേണ്ടി ഒന്നും വന്നില്ല. പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിനെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് പറയൂ. ഈ ഗ്രാഫിനെ കണ്ടിട്ട് നമുക്ക് പലതും തോന്നുന്നുണ്ട്. പഠിപ്പിക്കുന്ന സാറിനെ കൊല്ലാൻ വരെ തോന്നുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? സോ ലിസൺ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഈ ഗ്രാഫിനെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ സ്റ്റീപ്പറായിട്ട് കയറി പോകുന്നു അല്ലേ? സ്റ്റീപ്പർ ആകുമ്പോൾ സ്ലോപ്പ് കൂടുതലല്ലേ? അപ്പൊ ഇങ്ങോട്ട് പോകുമ്പം സ്ലോപ്പ് കൂടുന്നു അല്ലേ? ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്, അപ്പൊ സ്ലാൻഡിങ് ആണ്, അപ്പൊ സ്ലോപ്പ് കുറവ്. അപ്പൊ ഇവിടെയൊക്കെ സ്ലോപ്പ് കുറവ്, അങ്ങോട്ട് സ്റ്റീപ്പറായിട്ട് പോകുന്നു, അപ്പൊ സ്ലോപ്പ് കൂടുതൽ. ഓക്കെ, അപ്പൊ ഇവിടെ സ്ലോപ്പ് ലെസ് അല്ലേ? ഇവിടെ സ്ലോപ്പ് മോർ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഈ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ? അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്കറിയാം. സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി, സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി, സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എടുത്താൽ ഇവിടുത്തെ വെലോസിറ്റി കിട്ടും, ഇവിടുത്തെ സ്ലോപ്പ് എടുത്താൽ ഇവിടുത്തെ വെലോസിറ്റി കിട്ടും. ഇവിടെ സ്ലോപ്പ് ലെസ് ആണ്, അപ്പൊ ഇവിടെ വെലോസിറ്റി കുറവാണ്, ഇവിടെ വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ വെലോസിറ്റി കൂടി പോകുന്ന സിറ്റുവേഷനിലെ ഗ്രാഫാണ്. അപ്പൊ ആക്സലറേഷൻ കിട്ടിയ കേസിലുള്ള ഗ്രാഫ് അല്ലേ? മനസ്സിലാവാത്തവർക്ക് വേണ്ടി നേരെ നോക്കൂ. ഗ്രാഫില് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിനെ നോക്കിയപ്പോൾ ഇതിന്റെ ഈ പാർട്ട് കിടക്കുകയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റീപ്പറായിട്ട് വരികയാണ്. സ്റ്റീപ്പറായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് മോർ അല്ലേ? ഇവിടെ ചരിഞ്ഞ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ സ്ലോപ്പ് കുറവാണ്. ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയാണ്. അപ്പൊ ഇവിടെ സ്ലോപ്പ് കുറവല്ലേ? അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി കുറവാണ്, അവിടെ വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ ആദ്യം വെലോസിറ്റി കുറവും പിന്നെ വെലോസിറ്റി കൂടി പോകുന്നു. വെലോസിറ്റി ആദ്യം കുറവാണ്, പിന്നെ വെലോസിറ്റി കൂടി പോകുന്നു. വെലോസിറ്റി കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കിട്ടുന്നു. ആക്സലറേഷൻ കിട്ടിയ ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ആക്സിലറേറ്റഡ് മോഷൻ. നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചാണ്. സോ ദിസ് ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ്. Here slanting, there steeper. Steeper means slope more. Here slope less. Slope gives velocity. Here steeper. So slope more. So velocity more. Here velocity less. So velocity is increasing. Velocity is increasing means body is getting acceleration. So this is a position time graph for accelerated motion. ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ഇനി എനിക്ക് ഈ ഗ്രാഫിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതെനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ, സഹിക്കാൻ പറ്റുന്നില്ല. നോക്കൂ, ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കൂ, ഞാനിവിടെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, ഈ സ്ഥലത്തെ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വെലോസിറ്റി എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നോക്കൂ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഇൻസ്റ്റന്റിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. കണ്ടോ? ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് ഗ്രാഫിൽ കൊണ്ടുവന്ന് മുട്ടിക്കും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, ഡോട്ടഡ് ലൈൻ വരച്ചു, ഗ്രാഫിൽ കൊണ്ടുവന്ന് മുട്ടി. മുട്ടിയോ? മുട്ടി. ഈ മുട്ടിയ സ്ഥലം ഇതല്ലേ? അവിടെ ഗ്രാഫിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ പോയിന്റ് മാത്രം ടച്ച് ചെയ്ത് വരുന്ന സ്ട്രൈറ്റ് ലൈനിന്റെ പേരാണ് ടാൻജന്റ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു ടാൻജന്റ് വരച്ചോ? വരച്ചു. ഒരു സ്ട്രൈറ്റ് ലൈനിലെ കിട്ടിയേ അല്ലേ? ഈ ലൈനിന് ഞാൻ പേര് വിളിക്കുന്നു AB എന്ന് പേര് വിളിക്കുന്നു. എന്താ പേര് വിളിച്ചേ? AB. ഇനി ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ നിങ്ങളെ കൊണ്ടൊക്കൂലേ? ഈ ലൈനിന്റെ സ്ലോപ്പ് ഗീവ്സ് the answer of instantaneous velocity. അപ്പോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ പറ്റിയാണ്? പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റിയാണ്. ആരുടെ പൊസിഷൻ ടൈം ഗ്രാഫ്? ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റിയാണ്. അതിൽ നിന്ന് എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അപ്പൊ എവിടെയത്തെ ഏത് ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇവിടത്തെ. അവിടെ നിന്ന് ഞാൻ എന്ത് വരയ്ക്കും? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. വരച്ച് ഗ്രാഫിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുക്കും. മുട്ടിയ സ്ഥലത്ത് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ പേരെന്താണ്? AB എന്നാണ്. ആ ABയുടെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് ഓഫ് AB എടുക്കുക. സ്ലോപ്പ് ഓഫ് AB gives you what? Instantaneous velocity. ഈ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി എനിക്ക് കിട്ടി, ഞാൻ ഹാപ്പിയായി. അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്? എനിക്ക് പറഞ്ഞു തരൂ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എന്താണ് തന്നിരിക്കുന്നത്?
ആക്സിലറേറ്റഡ് മോഷൻ ആണ് ഇവിടെ ഞാൻ വരച്ചത്. അതിൽ ഏത് ഇൻസ്റ്റന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരച്ച് ഗ്രാഫിനെ മുട്ടിക്കണം. മുട്ടിച്ച സ്ഥലത്ത് ഒരു ടാൻജന്റ് വരയ്ക്കണം. ടാൻജന്റിന് ഒരു പേരിടണം AB എന്നാണ്. ആ ABയുടെ എന്ത് കണ്ടുപിടിക്കുക? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റന്റിലുള്ള എന്തിന്റെ ആൻസർ കിട്ടും? വെലോസിറ്റിയുടെ ആൻസർ കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് AB ഗീവ്സ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോക്കൂ, ഇത്തിരി പോലും ബുദ്ധിയുള്ള ആളിന് വരെ മനസ്സിലാവും. സോ ലിസൺ, ഒന്നും കൂടെ. See what he says. This is a position time graph for accelerated motion. This is a position time graph for accelerated motion. Then we want the answer of instantaneous velocity. So how will you calculate it? It is a question. From that particular instant, draw a vertical line to meet the graph. At the meeting point, draw a tangent. Name it AB. Find the slope of AB. It will give you the value of instantaneous velocity. വളരെ പാടുള്ള സാധനമല്ല, ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. നോക്കൂ, ഒന്നും കൂടെ. ആദിത്യൻ കണ്ണു തള്ളി വരുന്നു. അതെന്താണ് ആദിത്യൻ കണ്ണു തള്ളി വരുന്നത്? സിമ്പിളാണ്, പെട്ടെന്ന് പറയൂ. See what he says. This is a position time graph of what? This is a position time graph for accelerated motion. No doubt. Then I want the answer of instantaneous velocity. How? See, from that particular instant, draw a vertical line to meet the graph. See, at that meeting point, draw a tangent. So name it AB. You find out the slope of AB. It gives the answer of instantaneous velocity. So how can you calculate instantaneous velocity from position time graph? Then you draw a graph like this. Then you write, say, position time graph for accelerated motion is shown. Then to calculate instantaneous velocity, from that particular instant, draw a vertical line to meet the graph. Then draw a tangent AB there. Then find out the slope of AB. It gives a value of instantaneous velocity. എല്ലാവർക്കും മനസ്സിലായ കാര്യം മനസ്സിലായില്ലേ? എന്താണ്? What is our first sentence? The position time graph for accelerated motion is shown. Then drawing this graph. Then to calculate instantaneous velocity from that particular instant, draw a vertical line to meet the graph. At the meeting point, draw a tangent AB. Next sentence, find out the slope of the tangent AB. It gives a value of instantaneous velocity. Ini parayano. So, buddhiyottaayittu thonniyo? So, listen properly. So, this is position time graph. Initially slanting, then steeper. Steeper means slope increases. Slope gives velocity. So, here velocity more, here velocity less. So, velocity is increasing. So, it represents accelerated motion. So, position time graph of accelerated motion is shown here. Then from that particular instant, draw a vertical line to meet the graph. At the meeting point, you draw a tangent, name it AB. Then you find out the slope of AB. It gives a value of instantaneous velocity. Is it clear to you?